കേരളത്തിൻ്റെ നേട്ടങ്ങൾ പുറം ലോകം കാണണം എന്നുള്ള ആശയത്തോട് പൂർണ്ണമായും യോജിക്കുമ്പോഴും അത് കാണിക്കുന്നതിനായി 7 ദിവസം മതിയോ? 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ഓരോ ദിവസവും കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഷോക്കേസ് ചെയ്യാനും അത് ലോകത്തിന് മുന്നിൽ കാണിക്കാനും നമുക്ക് കഴിയേണ്ടേ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. കേരളത്തിൻ്റെ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ നമ്മൾ കാണിച്ച ആദിമം എന്ന പ്രദർശനം, അത് ലോകത്തിന് മുന്നിൽ കേരളത്തെയും കേരളത്തിലെ ആദിവാസി സമൂഹത്തെയും വനവാസി സമൂഹത്തെയും കോമാളികളാക്കി ചിത്രീകരിക്കുകയല്ലേ ഉണ്ടായത്. അപ്പോൾ കേരളത്തിൻ്റെ നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്രാൻഡിംഗ് എക്സസൈസ് അവിടെ തന്നെ പാളിയതാണ്. കൃത്യമായി ആസൂത്രണം ചെയ്യാതെയുള്ള ബ്രാൻഡിംഗ് എക്സസൈസുകൾ പാളുന്ന ചരിത്രം അത് ലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കേരളത്തിൽ കേരളീയം എന്ന പേരിൽ 2023 നവംബർ 1 മുതൽ 7 വരെ നടന്ന പരിപാടിയിൽ നടത്തിയ ആദിവാസി ചരിത്രം ലൈവ് മ്യൂസിയം. അത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള ഫോക്ലോർ അക്കാദമി 5 ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലിവിംഗ് മ്യൂസിയം തയ്യാറാക്കിയത്. പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് കെട്ടിയുണ്ടാക്കിയ കുടിലുകൾക്ക് മുന്നിൽ ഇരിക്കുക, അതോടൊപ്പം ഈ മ്യൂസിയത്തിലേക്ക് ആൾ വന്ന് കൂടുമ്പോഴേക്കും അവരുടെ മുന്നിലേക്ക് ഇറങ്ങി നിന്ന് കൊട്ടിപ്പാടുക, ആടുക, അങ്ങനെ കാണിച്ചുകൊണ്ട് അവരെ എത്രത്തോളം അപമാനിക്കുന്ന രീതിയിലാണ് ആ കാര്യം സംഘടിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കേരളീയം എന്ന ബ്രാൻഡിംഗ് എക്സസൈസിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ കാര്യമായിരുന്നു അത്. കാരണം കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളൊക്കെ ഇപ്പോഴും ആ രീതിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ അതിഥികൾ വരുമ്പോൾ കൊട്ടിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്ന സത്യം പോലും മറച്ചു വെച്ചുകൊണ്ടാണ് അവരെ ആദിമ മനുഷ്യരായി ചിത്രീകരിക്കുന്നത്. ആ പേരിലുള്ളതുപോലെ ആദിമം എന്നായിരുന്നു ആ ലൈവ് മ്യൂസിയത്തിൻ്റെ പേര്. അപ്പോൾ ആദിമ മനുഷ്യരായി അവരെ ചിത്രീകരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിൽ കാണിച്ച ആ 7 ദിവസത്തെ പരിപാടിയോട് ഞാൻ അന്നേ വിമർശനം പറഞ്ഞതാണ്. ആ വിമർശനം ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ആ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇടുക്കി, കാസർഗോഡ്, തിരുവനന്തപുരം ഈ 3 ജില്ലകളിലും താമസിക്കുന്ന ഈ മനുഷ്യരാരും അവരുടെ നാട്ടിൽ അവിടെ നിന്നതുപോലെ അല്ല കഴിയുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിട്ടും എന്തിനവരെ അങ്ങനെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടു നിർത്തി? അപ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കാണിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ പുരോഗതിയും കേരളം വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടവും ഷോക്കേസ് ചെയ്യേണ്ട ഒരിടത്ത് കാണിച്ച കാര്യം എന്താണ്? ആ മനുഷ്യരെ ഷോ പീസാക്കി. അതുപോലെ ഷോ പീസാക്കിക്കൊണ്ടുള്ള ഏത് ഐറ്റമാണ് ഇനി ഈ ഡിസംബറിൽ കാണിക്കാൻ പോകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കേരളം നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഈ കോടിയുടെ കണക്ക് പറഞ്ഞല്ലോ, ഒരുപാട് കോടിയില്ല, 4000 കോടിയില്ല. 4000 കോടി എന്നല്ല, 1 രൂപ പോലും കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് അതിനായി നീക്കി വെക്കേണ്ടതില്ല. ബജറ്റിൽ ഇപ്പോൾ 10 കോടി നീക്കി വെച്ചിട്ടുണ്ട്. മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യരെയും ഇതുപോലെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചില്ല. ആദിവാസികളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച അന്നത്തെ ആ ഷോ അത് വളരെ ചീപ്പ് ഷോ ആയിപ്പോയി. അതുപോലെയുള്ള ഷോയ്ക്ക് കൈയടിക്കാനൊന്നും കേരളത്തെ ഇനി കിട്ടില്ല. അതുകൊണ്ട് കേരളീയം ഒന്ന് തന്നെ പാളിപ്പോയ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പണം ചെലവഴിച്ചുകൊണ്ട് അതേ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പോകുമ്പോഴേക്കും അതിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നതിനും അപ്പുറം ഈ ഒരു വിഷയം തന്നെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ധൂർത്ത് നടത്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിനായി ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞത് ഇത്ര തുകയല്ലേ ചെലവാകുന്നുള്ളൂ, ഇത്ര തുകയല്ലേ നീക്കിവെക്കുന്നുള്ളൂ. സ്പോൺസർഷിപ്പിലൂടെ സമാനമായ രീതിയിലാണ് സർക്കാരിൻ്റെ വാദവും. അതായത് സ്പോൺസർഷിപ്പിലൂടെയല്ലേ തുക കണ്ടെത്തുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നില്ലല്ലോ, ഞങ്ങൾ പിരിച്ചല്ലേ ഇത് നടത്തുന്നത്. അതായത് പണ്ടത്തെ ബക്കറ്റ് പിരിവ്, അത് കഴിഞ്ഞിട്ടുള്ള ഉത്സവം, ആ രീതിയിലാണ് ഈ സംഭവത്തെയും കാണുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ കേരളീയം നടത്തുന്നു, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ക്ഷേമ പെൻഷനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കാശ് വരുമ്പോൾ കൊടുക്കും. അത് 5-6 മാസമല്ലേ വൈകിയുള്ളൂ. 1 വർഷം വരെ വൈകിയാലും കുഴപ്പമില്ല. കുടിശ്ശികയായി പണം ഓടി ഇരിപ്പുണ്ടല്ലോ, എല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കും. മാത്രമല്ല ഈ 12 മാസത്തെയും കൂടി ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു വലിയ തുക കിട്ടുമല്ലോ. അപ്പോൾ ആ കിട്ടുന്നവർക്ക് അത് പ്രയോജനമല്ലേ എന്ന ക്യാപ്സുകൾ കൂടി ഇനി വന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ സർക്കാർ കൊടുക്കുന്ന മുൻഗണനയെക്കുറിച്ച് ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ മുൻഗണനാ ക്രമം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളെ, നിങ്ങളുടെ നാട്ടിലെ മനുഷ്യരെ നിങ്ങൾ കാണുന്നത് എന്നതനുസരിച്ചിരിക്കും. ഇവിടെ സർക്കാരിൻ്റെ പ്രാധാന്യം ഷോയ്ക്കാണ്. ഷോ കാണിക്കുക. സർക്കാരിന് ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ജനങ്ങൾക്ക് സാധനങ്ങളോ സേവനങ്ങളോ അരി വാങ്ങിക്കാനായിട്ടുള്ള പണമോ ഒന്നും അവരുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. കേരളം സംഭവമാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടേയിരിക്കുക. അതിനായിട്ടുള്ള പരിപാടി ഞങ്ങൾ ആദ്യമേ അതങ്ങ് തയ്യാറാക്കും. അത് നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിലും കുഴപ്പമില്ല, അത് തരാൻ, ആ ഷോ കാണിക്കുന്നതിനായി ഞങ്ങൾക്ക് കാശ് തരാനായി ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളുടെ ചങ്ങാതിമാരുണ്ട്. അതായത് നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് വിമർശനം ഉയർന്നതുപോലെ അടുക്കള വരെ നീളുന്ന ആ ഫ്രണ്ട്ഷിപ്പ് ചെയിൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിരിക്കാൻ എളുപ്പമാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ചെയിനിൽ നിന്നൊക്കെ കൃത്യമായി പണം ഒഴുകി വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ കേരളീയമല്ല, അതിനേക്കാളും നല്ല ബ്രാൻഡിംഗ് എക്സസൈസ് ചെയ്യാൻ സർക്കാരിന് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ്. ഒരുപാടൊന്നും പിരിക്കേണ്ടി വരില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഈ 50 കോടിയൊക്കെ ആണെങ്കിൽ ഒരാൾ സഹായിച്ചാലും മതിയല്ലോ. അധികം പിരിക്കാനായി നടക്കേണ്ട ആവശ്യവുമില്ല, പരാതിയുമില്ല, റെസിപ്റ്റുമില്ല, ഒന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് മേശപ്പുറത്ത് വരും. കൃത്യമായി അത് നടത്തിയെടുക്കാനും കഴിയും. ഇനി കഴിഞ്ഞ തവണത്തെ കേരളീയത്തെക്കുറിച്ച് നോക്കൂ. 2023 കേരളീയത്തിൽ
കലാപരിപാടികൾ നടത്തിയതിൻ്റെയൊക്കെ ചെലവുകളെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയത് എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ആ കാലത്ത് ചർച്ച ചെയ്തതാണ്. ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകരുടെ ഓർമ്മ പുതുക്കുന്നതിനായിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7 കലാപരിപാടികൾ നടത്തി. ആ 7 കലാപരിപാടിക്കും കൂടി 1,55,00,000 രൂപയെ ചെലവായുള്ളൂ. അപ്പോൾ അത്രയേ ചെലവായുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അതിനെ അവതരിപ്പിക്കുന്നത്. അവിടെ ശോഭനയുടെ നൃത്തം 8 ലക്ഷം കൊടുത്ത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോയി കാണാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിലാണ് എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ വിരൽത്തുമ്പിൽ എൻ്റർടൈൻമെൻറ്റ് ഉള്ളയിടത്ത് കേരളത്തിനെ ഷോക്കേസ് ചെയ്യുന്നതിനായി ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7 ദിവസം നീളുന്ന കലാപരിപാടികൾ അത് ആസ്വദിക്കാനായി എത്തുന്ന ജനക്കൂട്ടം അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഉത്സവമൊക്കെ പോലെ 10 ദിവസത്തെ ഉത്സവമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഉണ്ണിസാറിന്റെ നാട്ടിലൊക്കെ അതിനേക്കാൾ കൂടുതൽ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. എല്ലാ നാടുകളിലും ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പെരുന്നാളുകൾ നടക്കാറുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ 10 ദിവസവും കലാപരിപാടി വെക്കും, സ്റ്റേജിലൊക്കെ വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും. പക്ഷേ അത് സർക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴേക്കും ഈ തുക മുടക്കി ഇവരുടെയൊക്കെ ഈ കലാപരിപാടികൾ അവൈലബിൾ ആണ് എന്നിരിക്കെ, പല പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ് എന്നിരിക്കെ അതാണ് കേരളത്തെ ഷോക്കേസ് ചെയ്യാനുള്ള പരിപാടി എന്ന രീതിയിൽ ഇതെല്ലാം കൂടി ഉണ്ടാക്കുകയാണ്. മാത്രമല്ല ശോഭനയുടെ നൃത്തത്തിന് 8 ലക്ഷമാണ് കൊടുത്തത്. മുകേഷിന്റെയും GS പ്രദീപിന്റെയും ഷോയ്ക്ക് കൊടുത്തത് 8,30,000 ജയം ഷോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചെലവാക്കിയത് 9,90,000 രൂപ. ഇങ്ങനെ ഓരോ ഷോ കാണിക്കുന്നതിന് വേണ്ടി നീക്കിവെക്കുന്ന തുക എടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിച്ചുകൂടെ എന്ന് ഞാനല്ല, നാട്ടിലെ സാധാരണക്കാരൻ ചോദിക്കും. അത് സാധാരണക്കാരന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ പൊള്ളി നിൽക്കുമ്പോഴാണ് ഞാനിത് പറയാൻ കാരണം, ഈ ചോദ്യങ്ങൾ സാധാരണക്കാരൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ചോദ്യത്തിൽ പൊള്ളി കയ്യിലുണ്ടായിരുന്ന സീറ്റിൽ സാങ്കേതികമായി എണ്ണം കുറഞ്ഞില്ല എന്ന് പറയാമെങ്കിൽ പോലും വലിയ രീതിയിൽ ഇനിയും അങ്ങോട്ട് പരാജയത്തിൻ്റെ വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമുക്ക് കേരളീയം നടത്തണ്ടേ, നമുക്ക് പൊടിപൊടിക്കണ്ടേ, നമുക്ക് ആഘോഷിക്കണ്ടേ, നമുക്കൊന്ന് വൈബാക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ആ പാർട്ടിയാണ്. അതായത് തോറ്റിട്ട് 1 മാസമേ ആയുള്ളൂ. വോട്ടെണ്ണിയതെന്നാ ജൂൺ 4-ന്. ഒറ്റ മാസമായതേ ഉള്ളൂ. അപ്പോഴേക്കും ഇറങ്ങി നമുക്ക് അടിപൊളിയാക്കണ്ടേ, കളറാക്കണ്ടേ, തോറ്റതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറി. എന്നിട്ട് ഉടനെ കേരളീയം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ നടത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് അഫോർഡ് ചെയ്യുക എന്നൊരു വാക്കുണ്ട്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത നിലയിലാണ്. അതിൽ കേന്ദ്രം പിടിച്ചു ഞെരുക്കുന്നു, കേന്ദ്രം പണം തരുന്നില്ല, പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ളവർക്ക് കൃത്യമായി ഭരണം കൊണ്ടു നടക്കാൻ അറിയില്ല, ഭരിക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടുകയും അതിൻ്റെ പേരിലുള്ള കുത്തുവാക്കുകൾ സ്വന്തം പാർട്ടിയിൽ നിന്നും സ്വന്തം മുന്നണിയിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചില്ലാക്കാം, വൈബാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയം നമുക്ക് ഷോക്കേസ് ചെയ്യാം, നമുക്ക് റീബ്രാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘാടക സമിതി യോഗം വിളിക്കുകയാണ്. ഡിസംബറിൽ പരിപാടി നടത്താം. ഡിസംബർ ആവുമ്പോൾ വെക്കേഷൻ ടൈമാണ്. മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകളെയും അങ്ങനെയൊക്കെ ആകർഷിക്കാൻ കിട്ടുന്ന സമയമാണ്. നവംബർ 1 മുതൽ 7 വരെ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ഡിസംബർ ആകുമ്പോൾ സ്വാഭാവികമായും അട്രാക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ സമ്മതിക്കാം. പക്ഷേ നമ്മൾ ഈ ചില കഥകളിലും നോവലുകളിലും ഒക്കെ വായിച്ചിട്ടുണ്ടാകുമല്ലോ, തറവാട് ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പണമില്ല എന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അഭിമാനിയായ കാരണവർ എന്ത് ചെയ്യും? ആര് വന്ന് പിരിവ് ചോദിച്ചാലും കൊടുക്കും, കൃത്യമായി കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ നാട്ടിലെ ഉത്സവം നടത്തുന്നത് ആ തറവാട്ടിലെ കാരണവരാണെന്നുണ്ടെങ്കിൽ അത്തവണയും കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു 5 സെന്റ് വിറ്റിട്ടായാലും ഉത്സവത്തിന് നടത്തിപ്പിനായിട്ട് ആ പണം കൊടുക്കും. അതുപോലെയാണ് സ്വന്തം വീട്ടിൽ അരിയിടാനായി, അടുപ്പത്ത് അരിയിടാനായിട്ട് അരി വാങ്ങിക്കാനായിട്ട് 10 രൂപ തികച്ചെടുക്കാനില്ല. അപ്പോഴാണ് ഇപ്പുറത്ത് റീബ്രാൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ആദ്യം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുന്നതിന്, കേന്ദ്രം തരുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങി കൃത്യമായി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇവിടെ റീബ്രാൻഡ് ചെയ്യുകയാണ്. കേരളത്തെക്കുറിച്ച് ഈ റീബ്രാൻഡിങ്ങിലൂടെ ആദിമത്തിലുണ്ടായ നാണക്കേട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. റീബ്രാൻഡിങ് വേണ്ട എന്നോ അല്ലെങ്കിൽ കേരളത്തെ ഷോക്കേസ് ചെയ്യേണ്ട എന്നോ ആരും പറയുന്നില്ല. പക്ഷെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് വേണം അത് ചെയ്യാൻ. ഇത് കാലം തെറ്റിപ്പെയ്ത മഴ പോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അരിക്കാശെടുത്ത് പടക്കം പൊട്ടിക്കാനായിട്ടുള്ള വെറും ഷോയാണ് നടത്താനായി ഇപ്പോൾ ഈ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പിരിച്ചു ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ പിരിച്ച് ഷോ കാണിക്കുന്ന സർക്കാർ എന്നൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോൾ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഷോർട്ട് വീഡിയോസ്, ടെലിഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, അങ്ങനെയുള്ള പല സംവിധാനങ്ങളിലൂടെ ഓരോ മേഖലയിലെയും കേരളത്തിൻ്റെ നേട്ടങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നതിനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതൊന്നും ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധയൂന്നുന്നതിനോ പകരം തിരുവനന്തപുരത്ത് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യും, എത്ര പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി നിങ്ങൾ ഈ ഷോ കാണിക്കും, അത് ലോകം മുഴുവൻ എത്തുന്ന രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ലോകം മുഴുവനാണല്ലോ കേരളത്തെ കാണേണ്ടത്. അല്ലാതെ തിരുവനന്തപുരത്ത് കനകക്കുന്നിലും മറ്റിടങ്ങളിലും ഒരു 45 സെന്റേഴ്സ് അല്ലെങ്കിൽ 50 സെന്റേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, ആ സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന പരിമിതമായ ആളുകൾ മാത്രമല്ലല്ലോ ഇതൊക്കെ കാണേണ്ടതും, ലോകമല്ലേ കാണേണ്ടത്. അപ്പോൾ വിവിധ കോളേജുകളിൽ നിന്ന് പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്ന് പരിപാടിക്കിരുത്തുക. നമ്മൾ കണ്ടതല്ലേ, സെമിനാറൊക്കെ കാണാൻ ആരാ വന്നിരുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥരെ ടാഗ് വിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് ആ പറയുന്നതും താല്പര്യമില്ല, കേൾക്കാനും താല്പര്യമില്ല. എന്നാലും ഇത് ഞങ്ങളുടെ വിധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥരെ ആ ഫൂട്ടേജുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് 1 മാസം കഴിഞ്ഞിട്ടും മാറാനായിട്ട് ഒരു ഭാവവുമില്ല. മാഡം ചോദിച്ചില്ലേ തിരുത്തലിനെ കുറിച്ച്? ഒരു തിരുത്തലും വരുത്താൻ പോകുന്നില്ല. ഞങ്ങൾ
ഞങ്ങൾ ഇങ്ങനെയാണ് ഭായ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് കേരളീയം തുടരുമെന്നുള്ളത്. 10 കോടി അന്നേ നീക്കിവെച്ചതാണ്. കേരളത്തിന്റെ വികസന നേട്ടം ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടല്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ആ രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട എന്ന് വെച്ച് തന്നെയാണ്. പിന്നെ സ്പോൺസേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, കോടിയുടെ കണക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊരു കാര്യം പറയാം. 2023 കേരളീയത്തിന്റെ സ്പോൺസേഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് അൻവർ സാദത്ത് MLA ആണ് നിയമസഭയിൽ ചോദ്യവുമായി ചെന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഡീറ്റെയിൽസ് PRD ഡയറക്ടറുടെ പേരിൽ ആരംഭിച്ച അക്കൗണ്ടിൽ സ്പോൺസർഷിപ്പ് തുകയായി ലഭിച്ച 11 കോടി 47 ലക്ഷത്തി 12,000 രൂപയുടേത് മാത്രമാണ്. അതല്ലാതെ ഒരു കാര്യവും നാളിതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ക്വാറി മുതലാളിമാരിൽ നിന്ന് വരെ പിരിച്ച തുക എത്ര, ആ തുകയുടെ വിവരങ്ങൾ എത്ര, അത് ഇതുവരെ ആയിട്ടും കണക്കായിട്ടില്ല. കണക്ക് ഒപ്പിക്കാനല്ലേ പറ്റൂ, അല്ലാതെ കണക്ക് ആക്കി പുറത്തേക്ക് വിടാൻ പറ്റില്ലല്ലോ. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച മറുപടിയൊക്കെ അവിടെ ആ ഫയലിൽ തന്നെ ഇരിപ്പുണ്ട്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ നികുതി വകുപ്പിന്റെ അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പിരിച്ചതോ ചീഫ് സെക്രട്ടറിയോ ആരും മറുപടി പറയുന്നില്ല. ആ ചോദ്യങ്ങളെല്ലാം ചോദ്യങ്ങളായി അവിടെ അവശേഷിക്കുകയും PRD ഡയറക്ടറുടെ അക്കൗണ്ടിലെ പണത്തിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇതുവരെ പുറത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ജനത്തിന് സംശയം ഉണ്ടാകും സാർ, സംശയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ധൂർത്തെന്ന് പറയുന്നത്. അല്ലാതെ ഈ പരിപാടിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല. ഇങ്ങനെയല്ല ഒരു പരിപാടിക്കായി ഇറങ്ങി പുറപ്പെടേണ്ടത്, ഇങ്ങനെയല്ല നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന് ജനം പറയുന്നതാണ്, അല്ലാതെ വിമർശകർ മാത്രം പറയുന്നതല്ല. Meet the editors.